പാക് ഭീകരന്മാർ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചുകൊണ്ട് ചുട്ട മറുപടി നൽകി. അതിൻ്റെ ഒരു പ്രത്യാഘാതമാണോ ഇന്നത്തെ താരിഫ് യുദ്ധം? വാസ്തവം പറഞ്ഞാൽ ഈ പഹൽഗാം ആക്രമണമില്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കേണ്ട ഒരു സ്ഥിതി വരില്ലായിരുന്നു. ഇന്ത്യ ആക്രമിച്ചപ്പോൾ ആണ് പ്രശ്നങ്ങളുടെ ഒരു തുടക്കം. കാര്യം 4 ദിവസം കൊണ്ട് യുദ്ധം അവസാനിച്ചുവെങ്കിലും അത് യുദ്ധം അവസാനിച്ച് തൻ്റെ മിടുക്കുകൊണ്ടാണെന്ന് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടു. ഇന്ത്യ പറഞ്ഞു ഈ മറ്റൊരു ശക്തിയുടെയും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചയല്ലാതെ മറ്റൊരു ശക്തിയും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ മറ്റാരുടെയും മധ്യസ്ഥത സ്വീകരിക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. അതാണ് എക്കാലത്തെയും ഇന്ത്യയുടെ നിലപാട് എന്ന് ഇന്ത്യ തറപ്പിച്ച് പറയുകയും ചെയ്തു. ട്രംപ് ആവർത്തിച്ച് പറഞ്ഞു ഈ താരിഫ് പ്രഖ്യാപിക്കുന്നതൊക്കെ ഭീഷണിപ്പെടുത്തി. അതിൻ്റെയൊക്കെ പേരിലാണ് യുദ്ധം പെട്ടെന്ന് അവസാനിച്ചത്. 6-7 വിമാനങ്ങൾ ഇതിനിടയ്ക്ക് യുദ്ധത്തിനിടയിൽ വീഴ്ത്തുകയുണ്ടായി. ആ സാഹചര്യത്തിലാണ് താൻ ഇടപെട്ടതെന്ന് ട്രംപ് വീണ്ടും വീണ്ടും പലവട്ടം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ അത് അംഗീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പിന്നെ ആ യുദ്ധം നിർത്തുന്നതിന് പ്രധാന കാരണം ട്രംപാണെന്ന് പറയുകയും ട്രംപിനെ നോബൽ സമ്മാനത്തിന് നിർദ്ദേശിക്കുകയും നോമിനേറ്റ് ചെയ്യുകയും വരെ ചെയ്തു. അപ്പോൾ ട്രംപിന് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് അനുകൂലമായൊരു പ്രതികരണം കിട്ടാത്തതിൽ നിരാശ കാണും, അതിനുള്ള ഒരു അമർഷം കാണും. അതുകൊണ്ടായിരിക്കുമല്ലോ ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്ക് യാതൊരു താരിഫുമില്ല, ജർമ്മനിക്കില്ല, മറ്റു രാജ്യങ്ങൾക്കൊന്നുമില്ല. ഇപ്പം ബ്രസീൽ കഴിഞ്ഞാൽ ബ്രസീലിനും ഇന്ത്യക്കുമാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ താരിഫ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി പറയുമ്പോൾ ഇന്ത്യയുടെ നിലപാടുകൾ മുഴുവൻ ശരിയാണോ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ റഷ്യയിൽ നിന്ന് നമ്മൾ ഇപ്പം 40%, ഇന്ത്യയിൽ വരുന്ന 40% ക്രൂഡ് ഓയിൽ റഷ്യയിൽ ആണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് യുക്രൈൻ യുദ്ധത്തിന് ശേഷമാണ് ഇത്രയധികം നമ്മൾ വാങ്ങാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വളരെ കുറച്ച് എണ്ണ മാത്രമാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ 2022 മുതൽ നമ്മൾ ഇത്രയും വർഷം കൊണ്ട് ഏതാണ്ട് 17 ബില്യൻ്റെ ലാഭം ഉണ്ടാക്കി. റഷ്യയുടെ വില കുറഞ്ഞ എണ്ണ കൊണ്ടുവന്നിട്ട് നമുക്ക് അത് ശുദ്ധീകരിച്ച് അത് വിൽക്കാനായിട്ടും ഉപയോഗിക്കാനും കഴിഞ്ഞു. അങ്ങനെ 17 ബില്യൺ ലാഭം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അത് കൂടുതലും മുകേഷ് അംബാനിക്കാണ് പോയിരിക്കുന്നത്. പക്ഷേ ഈ താരിഫ് പ്രശ്നം വന്നപ്പോൾ ഇന്ന് മുതലാണത് നിലവിൽ വരുന്നത്. ഏതാണ്ട് 37 ബില്യൺ കയ്യോടെ നമ്മുടെ എക്കോണമിയിൽ ബാധ്യതയായി മാറിയിരിക്കുന്നു. നഷ്ടം 37 ബില്യൺ എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അടിയന്തര നഷ്ടം. അത് ദീർഘകാല നഷ്ടം എത്രയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ചെറിയൊരു ലാഭമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ദീർഘമായ വലിയൊരു നഷ്ടം ഈ ദീർഘകാലാടിസ്ഥാന സാമ്പത്തിക രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഈ സാമ്പത്തികമോ താരിഫോ ഒന്നും അല്ല പ്രശ്നം എന്നാണ് തോന്നുന്നത്. ട്രംപിൻ്റെ അനിഷ്ടവും ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ളൊരു നിലപാടുമായിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ കാരണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത്രമാത്രം ഒരു പിണക്കം വരാനുള്ള കാരണം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം ഈ ജർമ്മൻ പത്രവും അതുപോലെ തന്നെ ഈ ജാപ്പനീസ് പത്രവും പറയുന്നത് 4 തവണ പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രി മോദിയെ വിളിച്ചു, പക്ഷെ മോദി ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ അത്രയധികം ഇന്ത്യ ഹർട്ടായിപ്പോയി. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഏറ്റവും നല്ല ബന്ധം ട്രംപുമായിട്ട് ഏറ്റവും നല്ല ബന്ധമൊക്കെ ഉണ്ടായിട്ട് ആ ബന്ധം ഉള്ളപ്പോൾ പോലും ഇങ്ങനെയൊക്കെ പെരുമാറി എന്നുള്ളത് ഇന്ത്യയും അലോസരപ്പെടുത്തി. അതായത് അമേരിക്കയുടെ ഈ ഒരു നിലപാടിനെ അംഗീകരിക്കാനാവില്ല എന്ന രീതിയിൽ ഇന്ത്യ മാറുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ദോഷങ്ങൾ വരുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ദോഷങ്ങൾ ടെക്സ്റ്റൈൽസ്, തുണിത്തരങ്ങൾ, നമ്മുടെ കിറ്റക്സ് സാബുവിനൊക്കെ അത് ബാധിക്കും. പിന്നെ ചെമ്മീനും അതുപോലുള്ള കയറ്റുമതികൾ, അത് കുഴപ്പമില്ല. ചെമ്മീൻ നമ്മുടെ നാട്ടിലുള്ളവർക്ക് തിന്നാം. എന്തിനാ ഇങ്ങോട്ട് കയറ്റി അയക്കേണ്ട ഒരു കാര്യവുമില്ല. കാര്യം ഡോളർ കിട്ടുമെങ്കിലും അവിടെയും അത് കഴിക്കാൻ ധാരാളമാണുണ്ട്. പിന്നെ ജെംസ്, അതായത് നമ്മുടെ ഡയമണ്ട്സ്, അത് ഇന്ത്യയിൽ അത്രയധികം ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് അമേരിക്കയിലും അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ കാശുള്ളവർക്ക് വിറ്റ് നമ്മൾ കാശ് മേടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ ദോഷമായിട്ട് ബാധിക്കും. പിന്നെയുള്ളത് ഈ കെമിക്കൽസ്, അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് പാർട്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഇന്ത്യ തകർന്നു പോകുമെന്ന് നമുക്ക് പറയാനാവില്ല. ഇന്ത്യക്ക് കുറേ കാലത്തേക്ക് ഒരു ദോഷം സംഭവിക്കും എന്ന് മാത്രമല്ല, ഇങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ഭിന്നത ഉണ്ടായെങ്കിലും ആ ഭിന്നത അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളും ഇടയ്ക്കൂടെ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവസാനം ഇൻ ദ ലാസ്റ്റ് റിസോർട്ട് നമ്മൾ ചർച്ചകളൊക്കെ വഴി നമ്മൾ വീണ്ടും ഒന്നിക്കാതെ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ആത്യന്തികമായിട്ട്
പിന്നെ രണ്ടു കൂട്ടർക്കും നഷ്ടമാണ്. അമേരിക്കയ്ക്ക് ഒരു ബന്ധുവിനെ നഷ്ടപ്പെട്ടു, ഉറ്റ ബന്ധുവിനെ, ഉറ്റ സുഹൃത്തിനെ നഷ്ടപ്പെട്ടു. പിന്നെ ഇന്ത്യക്കാകട്ടെ നമ്മൾ വലിയ പൊങ്ങച്ചമൊക്കെ പറയുമെങ്കിലും ഇന്ത്യയിലെ കയറ്റുമതിയൊന്നും ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ, ഇവിടുന്ന് പൈസ അങ്ങോട്ട് വന്നില്ലെങ്കിൽ അത് രാജ്യത്തെ എക്കോണമിയെ ബാധിക്കും. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ H1 വിസ പോലുള്ള ആളുകൾ നമ്മുടെ നമ്മുടെ പിന്നെ ടെക്നോളജി പഠിച്ചിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാനായി പിന്നെ ആവാത്ത ഒരു സ്ഥിതി കൂടി വന്നു കഴിഞ്ഞാൽ അതും വളരെ ദോഷകരമായിട്ട് നമ്മുടെ രാജ്യത്തെയും ബാധിക്കും, നമ്മുടെ യുവതലമുറയെയും ബാധിക്കുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഏറ്റവും അധികം ബാധിക്കുന്ന ആരാണ്? നമ്മളെപ്പോലുള്ള ആളുകൾ, അമേരിക്കയിലുള്ള പോലുള്ള ആളുകൾ. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉറ്റ ബന്ധത്തിലാണ് നമ്മളിവിടെ ഏറ്റവും സുരക്ഷിതരും ഏറ്റവും അഭിമാനത്തോടെ കഴിയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേരിലും നമ്മുടെ നേർക്കും വിരൽ ചൂണ്ടുന്ന ഒരവസ്ഥ വരും. അപ്പം അത് ഖേദകരമാണ്, നമുക്ക് ദോഷകരമായ ഒരു കാര്യമാണ്, നമ്മളത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ചും പിന്നെ സഹകരിച്ചും പിന്നെ സ്നേഹത്തിലും മുന്നോട്ട് പോകണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. വാസ്തവം പറഞ്ഞാൽ അതങ്ങനെ തന്നെ ഇപ്പോഴത്തെ ഒരു താൽക്കാലിക പ്രതിഭാസമാണെങ്കിൽ അത് മാറി വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അങ്ങനെയാണ് പിന്നെ അതിനുള്ള സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ തൽക്കാലത്തേക്ക് അതുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ നിലപാടുകൾ പിന്നെ നമ്മൾ ഈ പറയുമ്പോൾ പ്രസിഡന്റ് ട്രംപിൻ്റെ നിലപാടുകൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ നിലപാടുകൾ, അപ്പോൾ ഈ ഓരോന്നും അതിൻ്റെ ഒരു വരാഴികളെ പറ്റി ആലോചിച്ച് വേണം നമ്മുടെ ഈ കടുംപിടുത്തങ്ങൾ, ഈ പ്രത്യേകിച്ച് പരസ്യ പ്രസ്താവനകളൊക്കെ രംഗത്ത് വരുമ്പോൾ ഇത്രയൊക്കെ ഇതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും പിന്നെ എന്ന് കരുതാനാവില്ല. ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകുമെന്ന്. ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും ആ കടുംപിടുത്തത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ്, പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് പിന്നെ ഇന്ത്യ പാക് യുദ്ധം പിന്നെ നിർത്തിയത്. അത് താരിഫ് കൂട്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണെന്ന്. ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അത് ശരിയായിരിക്കും. പാകിസ്ഥാനോട് ഭീഷണിപ്പെടുത്തി കാണും, അല്ലെങ്കിൽ അനുനയപ്പെടുത്തി കാണും. നിങ്ങൾ നിർത്തിക്കള, ഇത് പോകണ്ട, മുന്നോട്ട് പോകണ്ട, നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ തരാമെന്ന് ഒരുപക്ഷെ പറഞ്ഞു കാണും. അവരങ്ങനെ നിർത്തി. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യയും നിർത്തി. അതായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ എങ്ങനെ വന്നാലും ഇന്ത്യ അങ്ങനെയല്ല പിന്നെ എന്ന് പരസ്യമായ ഒരു നിലപാടെടുക്കുമ്പോൾ അത് പ്രസിഡന്റിനെ അലോസരപ്പെടുത്തി എന്നുള്ളതാണ് പിന്നെ വസ്തുത. അപ്പോൾ എന്തായാലും ഈ ഒരു പിന്നെ സ്ഥിതിവിശേഷത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. ഒരു മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കാരണം മറ്റു രാജ്യങ്ങൾക്കില്ലാത്ത പിന്നെ വിരോധം, മറ്റു രാജ്യങ്ങളോടില്ലാത്ത വിരോധം ഇന്ത്യയോട് അമേരിക്ക കാണിക്കേണ്ട ഒരു കാര്യമില്ല എന്നല്ല. അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതിനു പുറമെ ഇന്ത്യയൊക്കെ പിണക്കി വിട്ടാലുള്ള സ്ഥിതി ഇപ്പം തന്നെ യൂറോപ്പിലെ രാജ്യങ്ങൾ, ബ്രിട്ടനും ഫ്രാൻസും പിന്നെ ജർമ്മനിയും ഒക്കെ അമേരിക്കൻ നിലപാടുകൾക്കെതിരെയാണ്. പിന്നെ പക്ഷേ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇവിടെ വന്നപ്പോൾ പിന്നെ അവരും കൂടെ വന്നു ട്രംപിനെ അനുനയിപ്പിക്കാനായിട്ട്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോൺ പോലും എടുത്തില്ല, അനുനയിപ്പിക്കാനായിട്ടൊരു ശ്രമവും നടത്തിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഇന്ത്യ ഹർട്ടായി എന്നുള്ള രീതിയിലാണ് പാശ്ചാത്യ പത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എവിടെ ചെന്നെത്തും ഇത് എന്നാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മളാണ്, ഇന്ത്യൻ അമേരിക്കക്കാർ, അമേരിക്കയിലുള്ള ഇന്ത്യക്കാർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭിന്നതയും ഈ പ്രശ്നങ്ങളും ഒരു വിഷമകരമായൊരു പിന്നെ കാര്യം തന്നെ. താരിഫ് കൊണ്ട് വാസം പറഞ്ഞാൽ ഇപ്പം കിറ്റക്സ് സാബുവിൻ്റെ പിന്നെ ഈ ലിറ്റിൽ സ്റ്റാർസ് വസ്ത്രങ്ങൾ അമേരിക്കയിൽ മാത്രമല്ല അത് ഇന്ത്യയിലും വിൽക്കാം. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ മത്തിയും അയലയും പിന്നെ കിങ് ഫിഷും പിന്നെ ഷ്രിമ്പും ഒക്കെ ഇന്ത്യയിൽ തന്നെ വിൽക്കാം. അത് ഇങ്ങോട്ട് തന്നില്ലെങ്കിലും ഇങ്ങോട്ട് വിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡോളർ കിട്ടിയാലെന്നേ ഉള്ളൂ. പിന്നെ കിട്ടുന്ന രാജ്യങ്ങളിലേക്ക് അയക്കാം, അല്ലാതെ ബാക്കിയുള്ളത് അവിടെ ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അരിയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. പക്ഷേ ഇവിടെ ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ് നഷ്ടപ്പെടുന്നത്. ഇവിടെ വില കുറച്ച് ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ അതിന് 50% താരിഫ് കൊടുക്കേണ്ടി വരുമ്പോൾ 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തിന് 150 രൂപ പിന്നെ കൊടുക്കേണ്ട ഒരു സ്ഥിതി വരും. നേരെ മറിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് 100 രൂപയ്ക്ക് തന്നെ കിട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആളുകൾ ആ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സാധനങ്ങളാണ് വാങ്ങുക. അപ്പോൾ ഇവിടുത്തെ വിപണി ഇല്ലാതാകും. പിന്നെ ആളുകൾ ഇങ്ങോട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനായിട്ട് മടിക്കും. പിന്നെ ഇവിടുത്തെ ബിസിനസ്സുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാട്ടിൽ ഉൽപ്പാദനം കുറയും, അവിടെ ഒരുപാട് പേർക്ക് ജോലി പോകും. അപ്പോൾ ആളുകളെല്ലാം അങ്ങനെ അത് നമ്മുടെ ഒരു ചെയിൻ എഫക്റ്റ് ഉണ്ടാകും. കാരണം ഈ പിന്നെ ഏറ്റവും കൂടുതൽ ധാരാളമായിട്ട് ആളുകൾ പണിയെടുക്കുന്നതും അതുപോലെ തന്നെ മെച്ചപ്പെട്ട ശമ്പളം കിട്ടുന്നതുമായ മേഖലകളാണ് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് രംഗത്തുള്ള വ്യവസായങ്ങൾ. അപ്പോൾ അവയ്ക്ക് ദോഷം സംഭവിക്കുന്നത് ഇന്ത്യക്കൊട്ടാകെ മാന്ദ്യമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ത്യ അതിൽ നിന്ന്
മുന്നേറുമെന്നുള്ളതിന് നമുക്ക് തർക്കമില്ല. പക്ഷേ അതേസമയം തന്നെ ഇങ്ങനെയുള്ളൊരു വിവാദം, ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായാൽ ഇന്ത്യക്കാണോ അമേരിക്കയ്ക്കാണോ ദോഷം? എപ്പോഴും നമുക്കറിയാം അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാൻ പോകുന്നില്ല. ദോഷങ്ങളൊക്കെ ഇന്ത്യക്കേ വരാൻ പോകുന്നുള്ളൂ. പക്ഷേ നമുക്ക് നമ്മുടെ നിലപാടുകളിൽ നമുക്ക് പിന്നോക്കം പോകാനുമാവില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.